ദേശീയ ഗെയിംസിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ വോളിബോൾ ടീം പങ്കെടുക്കും. സ്പോർട്സ് കൗൺസിലിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഇരു സംഘടനകളും ടീം പ്രഖ്യാപിച്ചു. പരിശീലനം ആരംഭിച്ചിരുന്നു. സംഘടനകൾ തമ്മിലുള്ള വാക്പോരും തുടരുകയാണ്. ലിഡിയുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ലിഡിയ, വിശദാംശം. അജി, ഈ ദേശീയ ഗെയിംസിൽ വോളിബോൾ ടീമിനെ പങ്കെടുപ്പിക്കുന്നതിനെ ചൊല്ലി സ്പോർട്സ് കൗൺസിലും ഒപ്പം കേരള ഒളിമ്പിക് അസോസിയേഷനും തമ്മിലൊരു തർക്കം നിലനിന്നിരുന്നു. രണ്ടു കൂട്ടരും ടീമിനെ പ്രഖ്യാപിച്ച് അവരുടെ ടീമിനെ ദേശീയ ഗെയിംസിൽ പങ്കെടുപ്പിക്കണം എന്ന തരത്തിലുള്ള വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സ്പോർട്സ് കൗൺസിൽ തങ്ങൾ പ്രഖ്യാപിച്ച ടീമിനെ ദേശീയ ഗെയിംസിൽ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ആ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇത്തരത്തിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ തിരഞ്ഞെടുത്ത ടീമിനെ തന്നെ അങ്ങോട്ടേക്ക് ദേശീയ ഗെയിംസിൽ പങ്കെടുപ്പിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ആ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള ടീമിനെ ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാൻ ആവില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്ന ഒരു വിധി എന്ന് പറയുന്നത്. ഇപ്പോൾ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ പകരം ഒളിമ്പിക്സ് അസോസിയേഷൻ നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിയാണ് ദേശീയ തലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഈ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഒരു ഇതിലേക്ക് അവർ നിയോഗിച്ച ഒരു ടീമിനെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് അതിനെതിരെ സ്പോർട്സ് കൗൺസിൽ നൽകിയ ഒരു ഹർജിയാണ് ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തള്ളിയിരിക്കുന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ടീമിനെ തന്നെ ദേശീയ ഗെയിംസിൽ പങ്കെടുപ്പിക്കാം എന്നുള്ളതാണ് നിലവിൽ വന്നിരിക്കുന്ന വിധി. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ പങ്കുവച്ചത്.